ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവിതം മാറ്റിമറിക്കുന്ന ഈ രാത്രി പ്രാർത്ഥനയിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയിലും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതിൻ്റെ ശക്തിയിലും നാം വിശ്വസിക്കുക. നമ്മുടെ കർത്താവായ യേശു പ്രബോധിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വഴിയിലൂടെ നമ്മുടെ ജീവിതവും കുടുംബങ്ങളും ജീവിക്കുന്നതിനും സൗഖ്യം പ്രാപിക്കുന്നതിനും നവീകരിക്കപ്പെടുന്നതിനും ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈ രാത്രി നാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധാപൂർവം ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിലുള്ള എല്ലാ വിഷമങ്ങളും വേദനകളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് സ്വീകരിക്കാം. ഈ ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും അതിലെ സൗഖ്യം സ്വീകരിക്കുവാനും കർത്താവ് ഈ രാത്രിയിൽ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ക്ഷീണിച്ച ആത്മാവും വേദനിക്കുന്ന ഹൃദയവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാലെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃതജ്ഞതയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിത്യനായ പിതാവേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ അങ്ങേ, നന്ദി നിറഞ്ഞ ഹൃദയവുമായി ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, പരിശുദ്ധവും മഹത്വപൂർണമായ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സത്യത്തിൻ്റെ മാർഗം അവിടുന്നാണ്. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചം അവിടുന്ന് തന്നെ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇരുളിൽ അവിടുന്ന് പ്രകാശിക്കണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. കർത്താവേ, ഞങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ ശക്തവും ജ്ഞാനപൂർണവുമായ കൈ നിശബ്ദമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഒരിക്കലും ഏൽക്കാതിരുന്ന ഓരോ അപകടത്തിനും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കാണുന്നതിന് മുൻപ് ഇരുളിൽ അലിഞ്ഞു പോയതായ ഓരോ അപകടത്തിനും തിരിഞ്ഞുപോയ ഓരോ രോഗത്തിനും ഞങ്ങൾക്കെതിരെ നിലകൊണ്ടിട്ടും വിജയിക്കാതെ പോയ ഓരോ ശത്രുവിനെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഇവിടെയെല്ലാം അങ്ങയുടെ വലതുകരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. കർത്താവേ, ഞങ്ങളുടെ ഏകാന്തതയിലും ഞങ്ങളുടെ ഭാരപ്പെട്ട നിമിഷങ്ങളിലും ഞങ്ങളുടെ വേദനയിലും വിഷമങ്ങളിലും ആകുലതകളിലും അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങ് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ നന്മകളെ മനസ്സിലാക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ എൻ്റെ മേലും ഈ നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവിക ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പുതിയ അഭിഷേകം പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
സൗമ്യമായ കാറ്റായും വിശുദ്ധമായ അഗ്നിയായും ഈ രാത്രിയിൽ ഞങ്ങളെ തൊടണമേ. എൻ്റെ ഹൃദയത്തിലെ ഓരോ ശൂന്യതയും ഉത്കണ്ഠ നിറഞ്ഞതുമായ അറകളെയും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും വേദനകളിലും അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളുടെ വേദനയെ സുഖപ്പെടുത്തണമേ. ഹൃദയത്തിൻ്റെ മുറിവിനെ നീ ഉണക്കണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയെ നീ സുഖപ്പെടുത്തണമേ. ശരീരത്തിൻ്റെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണമേ. ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും ഇന്ദ്രിയങ്ങളും നൽകി ഈ രാത്രിയിൽ സുഖമായൊരു നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഹൃദയ മുറിവുകളെയും നീ സുഖപ്പെടുത്തി ഞങ്ങളുടെ വേദനയെ നീ അകറ്റി ശരീരത്തിന് സൗഖ്യം നൽകണമേ. മനസ്സിന് സന്തോഷം നൽകണമേ. ഇന്ന് അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഇന്ന് എൻ്റെ കുടുംബാംഗങ്ങളെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, അധികാരികളെ, സുഹൃത്തുക്കളെ, അയൽവാസികളെ എല്ലാവരെയും വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ വേദന അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ വേദനിപ്പിച്ചവരെ, ഞാൻ കാരണം, എൻ്റെ വാക്ക് കാരണം, എൻ്റെ നിശബ്ദത കാരണം, എൻ്റെ പ്രവർത്തനം കാരണം, എൻ്റെ അറിവില്ലായ്മ കാരണം, എൻ്റെ അറിവ് കാരണം, എൻ്റെ ബുദ്ധി കാരണം ഞാൻ വേദനിപ്പിച്ച ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, എനിക്ക് മാപ്പ് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വേദനകൾ അകറ്റി ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ പരസ്പരം സ്നേഹിക്കുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും പരസ്പരം അംഗീകരിക്കുന്നതിനും പരസ്പരം വിട്ടുകൊടുക്കുന്നതിനും പരസ്പരം സൗഖ്യപ്പെടുത്തുന്നതിനും അനുഗ്രഹിക്കുന്നതിനും കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ സൗഖ്യം നൽകി, നിന്റെ സൗഖ്യം നൽകി, നിന്റെ സ്പർശനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും അനുകമ്പയോടെ കാണുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങയെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ എൻ്റെ ദൈവമായ കർത്താവേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ കാണണമേ. ഈ രാത്രിയിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും സ്നേഹവും കൊണ്ട് അവരെ നിറയ്ക്കണമേ. കർത്താവേ, നീ കരുണയുള്ളവനാണ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ ഈ രാത്രിയിൽ നീ ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ കാരണം ഇന്ന് വേദനിച്ച എല്ലാവരുടെയും ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് ദൈവമേ, പരസ്പരം സ്നേഹത്തോടെ ചിന്തിക്കാനും ഓർക്കാനും സംസാരിക്കാനും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഉറങ്ങാൻ മുൻപ് എല്ലാവരോടും ഹൃദയത്തിൽ രമ്യതപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും രമ്യതയിലായിരിക്കുവാൻ, സ്നേഹത്തിലായിരിക്കുവാൻ, അവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ, എൻ്റെ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി മനസ്സിൻ്റെ മുറിവുകൾ ഒപ്പിയെടുത്ത് നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് തുണയായി നമ്മുടെ മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തി നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റി അവിടുത്തെ സന്തോഷവും സമാധാനവും സ്നേഹവും കൊണ്ട് നിറച്ച് ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം കർത്താവ് നമുക്ക് നൽകട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളും സർവശക്തനായ ദൈവം ഏറ്റെടുത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.